റാഗി കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാം. ആദ്യം ശർക്കര ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് പൊടിച്ച ശർക്കര എടുക്കാം. ഇതിലേക്ക് വളരെ കുറവ് വെള്ളം ചേർത്തിട്ട് ഈ ശർക്കര ഉരുക്കിയെടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് വേണ്ടത്. ശർക്കരയൊക്കെ ഇതുപോലെ ഉരുക്കിയ ശേഷം മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കാം. അളവ് ഇഷ്ടമുള്ള പോലെ എടുക്കാം. വേറെ നട്ട്സ് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴം എടുക്കണം. കട്ട് ചെയ്തത് 1/4 കപ്പ് അളവിലുണ്ട്. ഈ പഴം നെയ്യിൽ വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ 1/4 കപ്പ് അളവിൽ തന്നെ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അധികം റോസ്റ്റ് ആവരുത്. ഇതുപോലൊന്ന് ചൂടായ ശേഷം വേഗം തന്നെ ഉരുക്കിയ ശർക്കരപ്പാനി ചേർക്കാം. ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിന് 1 ടീസ്പൂൺ ശർക്കരപ്പാനി ഒന്ന് മാറ്റി വയ്ക്കണം. ഫ്ലേവറിനായിട്ട് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം പൊടിയും ചേർത്തിട്ടുണ്ട്. രണ്ടും ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുത്താൽ മതി. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. ഡ്രൈ ആയി പോകരുത്. പഴവും തേങ്ങയും ഒക്കെ യോജിച്ച് ഇതുപോലെ കുഴഞ്ഞ രീതിയിലാണ് വേണ്ടത്. റെഡി ആയാൽ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പിനടുത്ത് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് നിറയെ റവ ചേർക്കണം. 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർക്കാം. നേരത്തെ വെച്ച 1 ടീസ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. നന്നായിട്ട് മിക്സ് ആയ ശേഷമാണ് ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ചൂടാക്കി എടുക്കണം. ചില ടൈപ്പ് റാഗി കൊണ്ട് അട ഉണ്ടാക്കുമ്പോൾ ഓവർ സോഫ്റ്റ് ആയി പോകും. അത് ഒഴിവാക്കാനാണ് നമ്മൾ റവ ചേർത്തത്. റവക്ക് പകരം അരിപ്പൊടി വേണേലും ചേർക്കാം കേട്ടോ. ചെറിയ തീയിൽ ചൂടാക്കി എടുത്താൽ മതി. ചൂടായിട്ട് ഇത് തിക്കായി വരാൻ തുടങ്ങും. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കൂടുതൽ തിക്കായി തുടങ്ങും. ലാസ്റ്റ് തിക്കായി മാവ് കുഴച്ചതുപോലെ തന്നെ ആയി വരും കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മാറ്റാം. മാവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഉള്ളിലെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. കൈ നനച്ച ശേഷം മാവിന്ന് ഒരു ഉരുള എടുത്തിട്ട് വാഴയിലയിൽ പരത്തിയെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിന്റെ ഉള്ളിൽ അല്പം പഴം ശർക്കര കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇല മടക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഈ അട ഉണ്ടാക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് ആവി വരുമ്പോൾ അടയൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചൂടാവട്ടെ. ഇപ്പോൾ റാഗി അട റെഡി ആയിട്ടുണ്ട്. ഇല ചൂടോടെ ഇരിക്കുമ്പോൾ തുറക്കരുത്. നന്നായിട്ട് മുഴുവനും തണുത്ത ശേഷമേ തുറക്കാവൂ. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. ഉള്ളിൽ പഴം കൂടെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്